ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ അഥവാ പ്രോജക്റ്റ് അപ്രൈസൽ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രോജക്റ്റ് അപ്രൈസൽ എന്താണെന്നും അതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചാണ്. ഈ മെത്തേഡ്സ് അറിയണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്തിട്ട് ആ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എഴുതാനായിരിക്കും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ മെത്തേഡ്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ട്രഡീഷണൽ മെത്തേഡ് എന്നും മോഡേൺ മെത്തേഡ് എന്നും. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നതാണ് അർജൻസി മെത്തേഡ്, പേ ബാക്ക് മെത്തേഡ്, അതുപോലെ തന്നെ പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ അർജൻസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജൻസി മെത്തേഡ് എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ എന്താണ് ട്രഡീഷണൽ മെത്തേഡ് നമുക്കറിയണം. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ടൈംസും അതുപോലെ തന്നെ മണീസിന് യാതൊരു തരത്തിലുള്ള ടൈമും വാല്യൂസും ഒന്നും കൺസിഡർ ചെയ്യാത്ത ഒരു മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിലൂടെ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അർജൻസി മെത്തേഡ്. Urgency method is a method used to justify the acceptance of project on the basis of emergency requirements. In short, most urgent project is taken up first. ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള, ഇവിടെ മെയിനായിട്ട് പറയുന്നത് അർജൻ്റ് ആയിട്ടുള്ള ആവശ്യകതകളുടെ അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റുകൾ സ്വീകരിക്കുന്നതിനെയും ന്യായീകരിക്കുന്നതിനെയും ഉള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന അർജൻസി മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻസി മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ അർജൻ്റ് ആയിട്ടുള്ള ആവശ്യകതകളുടെ അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റുകൾ റിസീവ് ചെയ്യുന്നതിനും അത് ന്യായീകരിക്കുന്നതിനും ഉള്ള രീതിയാണ് ഈ പറയുന്ന അർജൻസി മെത്തേഡ് എന്ന് പറയുന്നത്. ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിയന്തരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അർജൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പറയുന്ന അർജൻസി മെത്തേഡിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന്, സിമ്പിൾ ടെക്നിക്സ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു കേസ് ഓഫ് ഷോർട്ട് ടേം പ്രോജക്റ്റ്. കാരണം പെട്ടെന്ന് നമുക്ക് എന്താണ് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കേസ് ഓഫ് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രോജക്റ്റ് മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സയൻറ്റിഫിക് അനാലിസിസ്. സയൻറ്റിഫിക്കലായിട്ടുള്ള അനാലിസിസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂസ്. ടൈം വാല്യൂ ഓഫ് മണി അവിടെ കൺസിഡർ ചെയ്യില്ല. പിന്നെ പ്രോജക്റ്റ് ഈവൻ ത്രൂ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ എന്ന് വെച്ചാൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ തന്നെ അവിടെ എന്താണ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ്. അവിടെ അങ്ങനത്തെ ഒരു കേസ് ഓഫ് പ്രോജക്റ്റിനെ അവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. For the very simple reason that it can be postponed. കാരണം അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള റീസൺസ് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു പ്രോജക്റ്റ് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പെട്ടെന്ന് നമുക്ക് ആ ഒരു സിമ്പിളായുള്ള റീസൺസ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. എന്താണ് അവിടെ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടായുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോജക്റ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, പേ ബാക്ക് മെത്തേഡ്. പേ ബാക്ക് പീരീഡ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഈസ് റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ കോസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ്. ഇറ്റ് ഈസ് ദ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് പേ ഔട്ട് മെത്തേഡ് എക്സെട്ര. The payback period is computed by dividing in the initial investment by net annual cash inflows. പേബാക്ക് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടൈം പീരീഡ് ഉള്ള ഒരു പേബാക്ക് മെത്തേഡാണ് ഈ പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടൈമിൽ എന്താണ് ആ പേബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൊരു പീരീഡ്സും കൂടി ഇതിൽ പറയുന്നുണ്ട്. അത്തരം ഇതിനെയാണ് നമ്മൾ പേബാക്ക് പീരീഡ് അല്ലെങ്കിൽ പേ ഔട്ട് മെത്തേഡ് എന്നിങ്ങനെ പറയുന്നത്. ഇവിടെ എന്താ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോസ്, ആ ക്യാഷ് ഫ്ലോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് പേ ബാക്ക് പീരീഡ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ നെറ്റ് ക്യാഷ്
നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ആണെങ്കിൽ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഈസി ടു അപ്ലൈ, ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ബജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൽ പ്രാധാന്യം എന്ന് വെച്ചിരിക്കുന്നത് ക്യാഷ് ഫോർകാസ്റ്റിംഗ് അതുപോലെ തന്നെ ബജറ്റിങ്ങിനാണ് മെയിനായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ക്യാൻ ബി യൂസ്ഡ് പ്രോബബ്ലി ഫോർ ഷോർട്ട് ടേം പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം പ്രോജക്റ്റിനായിട്ട് പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് ടേക്ക് ഇൻ ടു കൺസിഡർ ദ ലിക്വിഡിറ്റി, ഇത് ലിക്വിഡിറ്റി കണക്കിലെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് മണി, കാരണം ഇതിൻ്റെ പണത്തിൻ്റെ ടൈമും വാല്യൂസൊക്കെ ഇഗ്നോർ ചെയ്യുക. പിന്നെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്കിന് ശേഷം ക്യാഷ് ഫ്ലോസിൻ്റെ പൂർണ്ണമായിട്ടും അത് ഇഗ്നോർ ചെയ്യുക. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുക, പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ മെഷർ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ്. പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നുണ്ട് എ പോയിൻ്റ് ഔട്ട് ദ ഏർലിയർ അണ്ടർ പേ ബാക്ക് മെത്തേഡ് ദ profitability after payback is ignored. The post payback method has evolved to overcome the limitation under post payback method. The entire cash inflows generated from a project during its working life are taken into account. The post payback profitability is calculated as under. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേ ബാക്ക് മെത്തേഡ്സിൻ്റെ കീഴിൽ പേ ബാക്കിന് ശേഷമുള്ള പ്രോഫിറ്റ് ഇഗ്നോർ ചെയ്യപ്പെടും. ഈ ഒരു ലിമിറ്റേഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് ആവിഷ്കരിച്ചത്. പോസ്റ്റ് പേ ബാക്ക് മെത്തേഡിൻ്റെ കീഴിൽ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പീരീഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മുഴുവൻ ക്യാഷ് ഫ്ലോസും കണക്കിലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പോസ്റ്റ് പേ ബാക്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി ചുവടെ തന്നിരിക്കുന്ന രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന രീതിയിലാണ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് കണക്കാക്കേണ്ടത്. നെക്സ്റ്റ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്, ഓൺ അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് a percentage of investment. ARR is found by the dividing average income by the average investment. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നു. ഇവിടെ ആവറേജ് ഇൻകം ഇവിടെ എങ്ങനെയാണ് ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയാണ് നമ്മളിവിടെ ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈസി ടു അപ്ലൈ ആയിരിക്കും. ടേക്ക് ഇൻ അക്കൗണ്ട് ദ ഏർണിങ്സ് ഓവർ ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം പെട്ടെന്ന് കണക്കിലെടുക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ എൻറ്റയർ ലൈഫ് ആയിരിക്കും, ത്രൂ ദ ലൈഫിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ കൺസിഡർ ദ പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യും. പ്രോജക്റ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ക്യാൻ ബി കമ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റിൽ വരുന്ന ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ എന്താണ് കമ്പയർ ചെയ്യണം. ആ കമ്പയറിനനുസരിച്ച് ഒരു സ്വഭാവത്തിനെ അതിനനുസരിച്ച് കമ്പയർ ചെയ്യുക. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാൻ ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ ഇറ്റ് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് മാത്രം ബേസ് ചെയ്യും, ബട്ട് നോട്ട് ക്യാഷ് ഫ്ലോസ് ബേസ് ചെയ്യില്ല. ഇറ്റ് കൺസിഡർ ഓൺലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മെയിനായിട്ട് അവിടെ കൺസിഡർ ചെയ്യുക, അല്ലാതെ നോട്ട് ദ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. അതിന് യാതൊരു തരത്തിലുള്ള ലൈഫും ആ പ്രോജക്റ്റിൻ്റെ ലൈഫും അവിടെ എന്താണ് കൺസിഡർ ചെയ്യില്ല. ഇറ്റ് ഇഗ്നോർ ദ ഫാക്റ്റ് ദാറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് വീണ്ടും നിക്ഷേപിക്കണമെന്ന ഒരു ഫാക്റ്റ് അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ദ ഈച്ച് പ്രോജക്റ്റ്. ഓരോ പ്രോജക്റ്റിനും ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വലിപ്പങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്
മെത്തേഡാണ് മോഡേൺ മെത്തേഡ് ഓഫ് ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ്. അതിൽ വരുന്നതാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോസ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. ഓരോന്നും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുക. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്. ഡിസ്കൗണ്ട് പേ ബാക്ക് മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് അഥവാ മോഡേൺ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ, അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ് ഇറ്റ് കൺസിഡേർഡ് ആൻഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്താണ് ടൈമും അതുപോലെ തന്നെ വാല്യൂസും എന്ന് വെച്ചാൽ മണിയുടെ ടൈമും വാല്യൂസും ഒക്കെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ടെക്നിക്സുകളും ഈ ടൈമും അതുപോലെ തന്നെ വാല്യൂസൊക്കെ കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ എ മേജർ ഷോർട്ട് കമ്മിങ് ഓവർ ദ conventional payback period is that it does not consider the time value of money. To overcome this limitation, the discounted payback period method is suggested. In this modified method, cash flows are first converted into the present values and then added to ascertain the period of time required to recover the initial cost of investment. But discounted payback period എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അവിടെ ഇത്ര മാത്രമേ പറയണം. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള പേ ബാക്ക് പീരീഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷനാണ് അതിൻ്റെ ടൈമും അതുപോലെ തന്നെ വാല്യൂസും ഒക്കെ കൺസിഡർ ചെയ്യുന്നില്ല എന്നതാണ് മെയിനായ ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻസൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ഈ പറയുന്ന ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോൻ്റെ ആദ്യം അവയുടെ നിലവിലെ വാല്യൂസുകളിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇനീഷ്യലായിട്ടുള്ള കോസ്റ്റ് അത് വീണ്ടെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു പീരീഡ് നിർണ്ണയിക്കാൻ ചേർക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. നെക്സ്റ്റ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. This method is used only when the rate of return on investment is predetermined by the management. Under the NPV method, all cash outflow and inflow are converted into present values. The NPV is obtained by deducing the present value of cash outflow from the present values of cash inflow. NPV എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവിടെ പറയുന്നത് എന്താണ്? NPV എന്ന് പറയുകയാണെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ഇത് രണ്ടും ഡിഡക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ NPV എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് പ്രീഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു NPV മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് NPV എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ചാൽ അവിടെ ടൈം വാല്യൂസ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ ദ ക്യാഷ് ഫ്ലോ ഓവർ എൻറ്റയർ ദ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റിൽ ക്യാഷ് ഫ്ലോസ് ഓവർ ആവുന്ന കേസിലും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രോജക്റ്റിൻ്റെ കേസിലും ക്യാഷ് ഫ്ലോസ് ഓവർ ആവുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു NPVയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഫോക്കസ് ദ അറ്റൻഷൻസ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ്റെ അറ്റൻഷൻ അഥവാ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് NPV മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ്റെ ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യങ്ങളാണ് അറ്റൻഷൻ ചെയ്യുന്നത്. സ്യൂട്ടബിൾ വെൻ ക്യാഷ് ഫ്ലോസ് ആർ നോട്ട് യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ക്യാഷ് ഫ്ലോസ് എന്താണ് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കില്ല, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ദിസ് മെത്തേഡ് ഈസ് ജനറലി പ്രിഫേർഡ് ബൈ ദ എക്കണോമിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്തിരിക്കുന്ന എക്കണോമിസ്റ്റാണ് മെയിനായിട്ട് ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.
This method may not provide satisfactory result in case of the two projects having the different useful life. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ രണ്ട് പ്രോജക്റ്റുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് തൃപ്തികരമായിട്ടുള്ളൊരു റിസൾട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് ദ പ്രോജക്റ്റ് ഇൻവോൾവ് ഇൻ ദ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അളവിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളും ഉൾപ്പെടുന്ന പ്രൊജക്റ്റുകളുടെ കാര്യത്തിൽ ഈ ഒരു മെത്തേഡ് അനുയോജ്യമല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഗിവൺ ദ ഡിഫറെൻറ്റ് പ്രസൻറ്റ് വാല്യൂസ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് ഇൻവോൾവ് ദ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് NPV പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ടു പ്രോജക്റ്റ് ഹാവിംഗ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കനോട്ട് ബി കമ്പയർഡ് ബൈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. In such a situation, the benefit cost ratio should be applied. It is also called the profitability index or present value index. Benefit cost ratio is computed by the dividing present value of cash inflow with present value of cash outflows. ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള രണ്ട് പ്രോജക്റ്റുകളുടെ മൊത്തം നിലവിലെ വാല്യൂസ് ആ വാല്യൂ മെത്തേഡ് ഉപയോഗിച്ചിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ആനുകാലികമായിട്ട് ഈ ഒരു കോസ്റ്റ് പ്രപ്പോർഷൻസ് പ്രയോഗിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ബെനഫിറ്റ് കോസ്റ്റ് പ്രപ്പോർഷൻസ് പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിനെ എന്താണ് പ്രോഫിറ്റബിലിറ്റീൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇവിടെ എന്താണ് എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഫ്ലോ, ആ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോ വിത്ത് പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ഇൻറ്റു ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂസ്. ക്യാഷ് ഇൻഫ്ലോ വിത്ത് പ്രസൻറ്റ് വാല്യൂസിനേറ്റും ക്യാഷ് ഔട്ട്ഫ്ലോ ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന അങ്ങനെയല്ല, ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോസും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് ആൻഡ് ലോജിക്കൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ശാസ്ത്രീയപരമായിട്ട് അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആയിട്ടുള്ളതായിരിക്കും, ലോജിക്കൽ പരമായിട്ടായിരിക്കും ഇതിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കൺസിഡർ ദ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യും. കൺസിഡർ ദ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ യൂസ്ഫുൾ ടു കമ്പയർ ദ പ്രോജക്റ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രോജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോട്ട് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. യാതൊരു തരത്തിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സും പ്രിൻസിപ്പിൾസും ഒന്നും ഫോളോ ചെയ്യാതെ ഒരു മെത്തേഡാണ് ഈ പറയുന്ന കോസ്റ്റ് ബെനഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫോളോവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെത്തേഡ്സിനേക്കാൾ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെത്തേഡ് എന്ന് പറയണമെങ്കിൽ ഡിഫിക്കൽട്ടാണ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിൾ അല്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ എഫക്റ്റീവ് ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഇൻഡിക്കേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ദ ക്യാഷ് ഫ്ലോസ് ഓഫ് എ പ്രോജക്റ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് റിട്ടേൺ, എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ് ടിൽ എ റേറ്റ് obtained at which the present values of cash inflow as equal to the initial investment. ഇവിടെ മെയിനായിട്ട് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോസിൻ്റെ ആകെ ഇപ്പോഴത്തെ വാല്യൂസും അതുപോലെ തന്നെ അറ്റ് പ്രസൻ്റ്ലി വരുന്ന വാല്യൂസും
ആ വാല്യൂസും ഒക്കെ കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇൻകം റൈറ്റ് ഇതിൽ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ റൈറ്റ് ഓഫ് റിട്ടേൺ കണ്ടെത്തുന്നതിന് ഓരോ വർഷവും കണക്കാക്കിയ മൊത്തം ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും വിവിധ ഇൻട്രസ്റ്റ് റൈറ്റുകളിൽ ഡിസ്കൗണ്ട് ലഭിക്കുകയും അത് ലഭിക്കുന്ന റൈറ്റ് വരെ എമൗണ്ടിൻ്റെ വരവ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ലഭിക്കുന്ന വരെ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴാണോ നമുക്കത് ഈക്വൽ ആയിട്ട് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ആവുന്ന സാഹചര്യം എപ്പോഴാണോ വരുന്നത് ആ ടൈമിലായിരിക്കും നമ്മൾ ആ ഒരു ഇൻറ്റേർണൽ റൈറ്റ് ഓഫ് റിട്ടേൺ എന്നൊരു ആ ഒരു കാൽക്കുലേഷൻസ് നമ്മൾ എൻഡ് ചെയ്യുന്ന ഒരു ടൈം. അപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈക്വൽ ആവുന്ന സാഹചര്യങ്ങൾ, ഈക്വൽ പ്രപ്പോസിഷനിൽ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ റൈറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ എന്താണ്, ഇതിൻ്റെ ഈക്വൽ ആയിട്ട് ഏതൊക്കെ പ്രസൻറ്റ് വാല്യൂസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് മാക്സിമം ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ക്യാഷ് പ്രസൻ്റ്ലി വാല്യൂ ഉള്ള ക്യാഷ് ഫ്ലോസിന് എത്തിക്കുക. Thus, internal rate of return is the rate of return at which the total present values of future cash inflow is equal to the initial investment. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള ഇവിടെ പറയുന്നത് എന്താണ്, ഭാവിയിലെ എമൗണ്ടിൻ്റെ വരവ്, ആ വരവിൻ്റെ മൊത്തം അല്ലെങ്കിൽ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഭാവിയിലുള്ള ക്യാഷിൻ്റെ ഇൻഫ്ലോയും തമ്മിലും ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റൈറ്റ് ഓഫ് റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത്, IRR. നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് മെത്തേഡ് കൺസിഡർ ഓൾ ദി ക്യാഷ് ഫ്ലോസ് ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മെത്തേഡ് പ്രോജക്റ്റിൻ്റെ ലൈഫിനുടനീളമുള്ള എല്ലാ ക്യാഷ് ഫ്ലോസുകളെയും പരിഗണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നീഡ് നോട്ട് ബി കാൽക്കുലേറ്റഡ്. ഇവിടെ എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. IRR ഗീവ് ദ ട്രൂ പിക്ചർ ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചുള്ള IRRൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ദ റിസ്ക് ക്യാൻ ഈസിലി കമ്പയർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണിത്, ഡിഫറെൻറ്റ് ഡിഗ്രിയിലുള്ള റിസ്കുകൾക്ക് അതെന്താണ് പ്രോജക്റ്റുകളെ നമുക്ക് ഈസി ആയിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ മെയിൻലി ഇൻ ലാർജ് പ്രോജക്റ്റ്. കൂടുതലായിട്ട് ലാർജ് പ്രോജക്റ്റുകളാണ് മെയിനായിട്ട് അപ്ലിക്കബിൾ ചെയ്യുക ഈ ഒരു മെത്തേഡ്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. നെക്സ്റ്റ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, NTV. നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഈച്ച് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈസ് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ആൻഡ് ഈസ് റീഇൻവെസ്റ്റഡ് ഇൻ അനദർ അസറ്റ് അറ്റ് എ സർട്ടൻ റൈറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് റിസീവ്ഡ് ടിൽ ദ ടെർമിനേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. NTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ വർഷാവസാനവും ഓരോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ലഭിക്കുന്നുവെന്ന് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ലഭിച്ച നിമിഷം മുതൽ ആ പ്രോജക്റ്റ് അവസാനിക്കുന്നത് വരെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റൈറ്റ് അതെന്താണ്, മറ്റൊരു അസറ്റിൽ വീണ്ടും നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ടെക്നിക്സ് ആയിരിക്കും, ഈസി ആയിട്ട് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലുവൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ ക്യാഷ് ബഡ്ജറ്റിംഗ് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ചെയ്യാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രൊജക്റ്റ് ദ ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ ഫ്യൂച്ചറിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതെന്താണ് ഡിഫിക്കൽട്ടായിരിക്കും. കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഈസ് നോട്ട് കൺസിഡേർഡ്. കമ്പാരിറ്റീവ് ഇവാലുവേഷൻസ് അവിടെ കൺസിഡർ ചെയ്യില്ല. ഇതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജസ് ആണ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഓൾ ദ ഡീറ്റെയിൽസ് ഗാതേർഡ് ഇൻ ഫ്രം feasibility studies are to be consolidated into a master report. It is called project report. Project report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അഥവാ ഈ പറയുന്ന all the details gathered from എന്താ പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡീസുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ വിശദാംശങ്ങളും ഒരു മാസ്റ്റർ റിപ്പോർട്ടിൽ കൺസോളിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് വേർ ഇൻ ഓൾ ദ ഡീറ്റെയിൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ടെക്നിക്കൽ അനാലിസിസ്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, എക്കണോമിക് അനാലിസിസ് ആർ പുട്ട് ടുഗദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ഈ പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ ഫങ്ഷൻസ് ഓർ യൂസസ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഗീവ് ദ ജനറൽ ഐഡിയ ഓഫ് റിസോഴ്സസ്, റിക്വയർമെൻറ്റ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊക്യൂറിങ് ദം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സുകളുടെ ആവശ്യകതകളെക്കുറിച്ചും അവ സംഭരിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇത് പൊതുവായിട്ടുള്ളൊരു കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It is show the feasibility of the project and the possibility of achieving profit. ഇത് പ്രോജക്റ്റിൻ്റെ പോസിബിലിറ്റിയെയും അതുപോലെ തന്നെ പ്രോഫിറ്റ് നേടാനുള്ള പോസിബിലിറ്റിയും കണക്കാക്കുന്നു. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു അപ്രോച്ചിങ് DIC ഫോർ ഒബ്റ്റെയിനിങ് പ്രൊവിഷണൽ ഓർ പെർമനൻറ്റ് രജിസ്ട്രേഷൻസ്. പെർമനൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ പ്രൊവിഷണലായിട്ടോ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് DICയെ സമീപിക്കാൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊക്യൂറിംഗ് ഡെവലപ്ഡ് ലാൻഡ് ഓർ ഷെഡ് ഫ്രം ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസുകളുടെ ഡയറക്ടറേറ്റിൽ നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള ലാൻഡ് അല്ലെങ്കിൽ ഷെഡ് ഇതൊക്കെ എന്താണ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത, കണ്ടൻറ് ഓർ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട്. നിരവധി കണ്ടൻസുകളുണ്ട് നമ്മുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ഷന്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടേഴ്സ്, പ്രോഡക്റ്റ്, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിങ്സ്, ലൊക്കേഷൻസ്, അതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, റോ മെറ്റീരിയൽസ്, യൂട്ടിലിറ്റീസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാൻ പവർ റിക്വയർമെൻറ്റ്സ്, ലാൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മിഷനറി, കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മാറ്റേഴ്സാണ്. ഈ സബ്ജക്റ്റ് മാറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായി നോക്കണം. നെക്സ്റ്റ്, റിക്വസിസ്റ്റ് ഓഫ് വെൻ ഐഡിയൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്സ്പേർട്ട് ടീം. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റേതായുള്ള എക്സ്പേർട്ടൈസ് ആയിട്ടുള്ളൊരു ടീം വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രോപ്പർ സർവേ, സിസ്റ്റമാറ്റിക് പ്രിലിമിനറി സ്റ്റഡി ഓഫ് ദ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യണം. സിസ്റ്റമാറ്റിക് ആയുള്ള പ്രിലിമിനറി സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അസംഷൻസ് ഇൻ ദ പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് അവോയ്ഡ് ദ എക്സ്ട്രീംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള അസംഷൻസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്യുക. പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് ദ മീൻ നോട്ട് ദ എൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് യാതൊരു തരത്തിൽ എൻഡിങ്ങും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ത്രൂ ഔട്ട് ദ ലൈഫായിരിക്കും, എൻ്റയർ ലൈഫായിരിക്കും പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിന് എൻഡിങ് ആയിട്ടുള്ള ബീൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ത്രൂ ഡിസ്കഷൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എക്സ്പേർട്ട് ബിഫോർ ഫൈനലൈസിങ് ദ റിപ്പോർട്ട്. ത്രൂ എന്നാട്ടോ അതിൽ 6 സെപ്പറേറ്റ് വന്നതാണ്, ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ത്രൂ ഡിസ്കഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എക്സ്പേർട്ട് ബിഫോർ ഫൈനലൈസിങ് ദ റിപ്പോർട്ട് എന്ന് വെച്ചാൽ റിപ്പോർട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്ന ടൈമിൽ അവിടെ എന്താണ് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നുള്ളൊരു ഡിസ്കഷൻസും കൂടി വേണം, എന്നിട്ടാണ് അത് ഫൈനലൈസ് ചെയ്യുക. നെക്സ്റ്റ്, ദ എൻഡ് റിസൾട്ട് ഷുഡ് ബി റിസീവ് ദ ഫിനാൻസ് ടു ഗെറ്റ് ദ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ റിസൾട്ട് അത് റിസീവ് ചെയ്യുന്ന ഫിനാൻസാണ് ടു ഗെറ്റ് ദ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ്, എന്നിട്ട് എന്താണ് അത് പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ്, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഓൺട്രപ്രണർ ഷുഡ് ബി എൻഷുർഡ് ബിഫോർ ദ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആളുടെ സാറ്റിസ്ഫാക്ഷൻസ് ഒരു ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ സബ്മിറ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് ഫീൽഡ് എന്നായിരിക്കും അവരൊരു ഇത് വരുന്നത്. കാരണം അത്രയും അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഓൺട്രപ്രണേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള എല്ലാവർക്കും ടു പ്രൊവൈഡ് ദ റിപ്പോർട്ട്. നെക്സ്റ്റ്, പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫേസ് ചെയ്തിരുന്നത്? ഇറ്റ് മെ നോട്ട് ഓൾവേസ് പോസിബിൾ ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് വിത്തിൻ ദ ഷെഡ്യൂൾഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് പോസിബിൾ ആക്കാൻ പറ്റുന്നില്ലാത്ത കേസുകളുള്ള പ്രോജക്റ്റും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്താണ് ആ പ്രോബ്ലംസ് ഭയങ്കര ഡിഫിക്കൽട്ടായുള്ള പ്രോബ്ലംസാണ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് ആയുള്ള ടൈംസിൽ നമുക്ക് എന്താണ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ. നെക്സ്റ്റ്, ടൈം ഓവർ റൺ, അതുപോലെ ലീഡ് ടു കോസ്റ്റ് ഓവർ റൺ. കൂടുതലായിട്ടുള്ള ടൈം കൂടുതലായിട്ട് വേണ്ടി വരും, ഓവർ റൺ ആണ്, അതൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ കേസിലും അത് പ്രോബ്ലമാണ്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ കോസ്റ്റ് പറയുന്നത് അതെന്താണ് കൂടുതലായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, പ്രോബ്ലം റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെൻറ്റ് ഡ്യൂ ടു ദ അൺറിയലിസ്റ്റിക് അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെൻറ്റ് അതിൻ്റെ ബേസിൽ അൺറിയലിസ്റ്റിക് ആയ എന്തെങ്കിലും അസംഷൻസ് ഉണ്ടെങ്കിൽ ആ അസംഷൻസൊക്കെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അതിൽ പ്രോബ്ലംസ് വരുത്തുന്നു എന്നാണ് പറയുന്നത്. അടുത്തത്, ഓൾ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിമാൻഡ് എ ലോട്ട് ഓഫ് ഡോക്യുമെൻറ്റ് ബിഫോർ ദ ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എല്ലാ ലോൺസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും അവിടെ എന്താണ് ലോട്ട് ഓഫ് ഡോക്യുമെൻസിൽ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് അവിടെ ബിഫോർ ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് അനുവദിക്കുന്നതിന് മുമ്പ് എല്ലാ ലോൺസുകളും നൽകുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ധാരാളം അതുപോലെ തന്നെ ഡോക്യുമെൻസുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് എന്നാണ് പറയുന്നത്. എ നമ്പർ ഓഫ് ക്ലിയർനെസ് ഹാവ് ടു ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇറ്റ് കോസസ് ടൈം ടു വേസ്റ്റേജ് ടു ഓൺട്രപ്രണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് നിരവധി അനുമതികൾ നേടേണ്ടതുണ്ട്. ഇതൊക്കെ എന്താണ് ഓൺട്രപ്രണേഴ്സിൻ്റെ അത് സമയം പാഴാക്കുകയും ചെയ്യുന്നുണ്ട്. ആ അനുമതിക്കൊക്കെ ആയിട്ട് എന്താണ് അതിൻ്റേതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ ടൈം വേസ്റ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ മെത്തേഡ്സും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ ഫങ്ഷൻസും നന്നായിട്ട് നോക്കുക, പ്രോബ്ലംസും അതുപോലെ തന്നെ പ്രോജക്റ്റ് അപ്രൈസലിൽ വരുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അപ്രൈസലിൽ വരുന്ന ടെക്നിക്സുകളല്ല ടെക്നിക്സുകൾ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സുകൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു മെത്തേഡ് ഇങ്ങനെ നമുക്ക് ഈ 4 മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള മെത്തേഡ്സുകളും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ഒറ്റ ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. ആ ചാപ്റ്റർ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.